Hello, welcome to market discussion of the day. Today, July 4th, 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 4 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ആഴ്ച മുതൽ ചൊവ്വാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ 4 ദിവസം ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ ഇന്നലെ നമുക്ക് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ NFP ആണ്, നോൺ ഫാം പേറോൾ ആണ്. നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നോൺ ഫാം പേറോൾ US-ന് നല്ല രീതിയിൽ US ഡോളറിന് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ന്യൂസാണ് ആക്ച്വലി വന്നത്. 147K ആണ് ആക്ച്വലി വന്നത്. ഫോർകാസ്റ്റ് വന്ന് 130Kയും അതേപോലെ പ്രീവിയസ് 144Kയും ആയിരുന്നു. സോ ന്യൂസ് നോൺ ഫാം പേറോൾ എന്താണെന്ന് വെച്ച്, നോൺ ഫാം പേറോൾ പ്രസൻസ് എ നമ്പർ ഓഫ് ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഡ്യൂറിംഗ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ US. ദ ഇൻഡിക്കേറ്റഡ് ഗ്രോത്ത് ക്യാൻ ഹാവ് പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ ദ US ഡോളർ. സോ ബേസിക്കലി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോൾ ഫോർകാസ്റ്റ് 130Kയും ആക്ച്വലി 147K വന്നപ്പോൾ എന്ത് സംഭവിക്കണം? എക്കണോമിക് പ്രകാരം US ഡോളറിൻ്റെ വാല്യൂ കൂടുകയും ഗോൾഡ് XAUSD അതേപോലെ യൂറോ USD GBP USD ഇതിൻ്റെ എല്ലാം വാല്യൂ കുറയുകയും ചെയ്യണം. ഇത് നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. നോർമലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ നമുക്ക് ഗോൾഡിൻ്റെയൊക്കെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഒരു NFP വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇതായിരുന്നു. ഇത് 4 അവർ ക്യാൻഡിലാണ്. 1 അവർ ക്യാൻഡിലോട്ട് മാറുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ് NFPക്ക് തൊട്ട് മുന്നേ ആയിട്ടുള്ള ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ 3353 ഇത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലാണ് 1:30 കറക്റ്റായിട്ട് നടന്ന ക്യാൻഡിൽ. 3346 നിന്ന് മാർക്കറ്റ് നേരെ പോയത് 3311 12 റേഞ്ചിലോട്ടാണ് പോയത്. ഓൾമോസ്റ്റ് എത്ര ഡോളേഴ്സ് ആണെന്ന് നോക്കുക. ഓൾമോസ്റ്റ് 30 ഡോളറിൻ്റെ മുകളിലാണ് ഒറ്റ ക്യാൻഡിൽ താഴോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ആവുകയും മുകളിലോട്ട് പോവുകയും പിന്നീട് ഇപ്പോൾ 3341 നിൽക്കുകയും ചെയ്തു. ഇന്നലെ എല്ലാത്തിലും ഭയങ്കര നല്ല രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ JPY എടുത്തു കഴിഞ്ഞാൽ JPY ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി. 143.8 നിന്ന് 145 200 പിപ്പാണ് JPY മുകളിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, യൂറോ എടുത്തു കഴിഞ്ഞാൽ യൂറോ 1.179 നിന്ന് നേരെ 1.1720 പോയി. ഓൾമോസ്റ്റ് 60-70 പിപ്പ് അവിടെ മൂവ്മെന്റ് ഉണ്ടായി. GBP എടുത്തു കഴിഞ്ഞാൽ GBPയിലും വലിയൊരു മൂവ്മെന്റ് നമുക്ക് കാണാനും സാധിക്കും അല്ലേ. സോ ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കണം. കാരണം നമുക്ക് ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യമാണ് ബേസിക്കലി ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കണം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നത്. സോ ഇനിയെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കുക. അങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാക്സിമം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പിന്നെയും എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഇന്ന് നമുക്ക് ട്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, US ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ടിട്ട് തന്നെ US മാർക്കറ്റ് അവധിയാണ്. സോ അതിനുശേഷം നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട് 8:30 മണിക്കാണ്. അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രാത്രിയും 7 മണിക്കും നമ്മുടെ ECB പ്രസിഡന്റ് സ്പീച്ച് ഉണ്ട്. സോ ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിന്ന് വരുന്ന ന്യൂസുകൾ ഈ പറയുന്ന US എക്കണോമി US അവധി ആയതുകൊണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചേഞ്ചസ് നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചെറിയൊരു മാർക്കറ്റ് മൂവ്മെന്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ചിലപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെന്റ് വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ട് തിങ്കളാഴ്ച, അടുത്ത ആഴ്ച ഫുള്ളി ടെക്നിക്കൽ ഡേ ആണ്. നമുക്ക് ഫുള്ളി എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ. സോ അങ്ങനെ അടുത്ത ആഴ്ച നമുക്ക് എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ്. ഐ മീൻ എക്കണോമിക് കലണ്ടർ പ്രകാരം എല്ലാം ശാന്തമായിരിക്കും. പക്ഷേ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ പല ന്യൂസുകളും വരാനായിട്ടിരിപ്പുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ ന്യൂസുകളും വരാനായിട്ടിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. സോ ഇന്ന് ബേസിക്കലി എന്താ പറയുക, ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയുമാണ് അല്ലേ US ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ആൾക്കാർ റിപ്പബ്ലിക് പാർട്ടിയിലോട്ടുള്ള ആൾക്കാരെ വലിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കും. റിപ്പബ്ലിക്കിന് തിരിച്ചും അതേപോലെ നടക്കും. അതേപോലെ അങ്ങനെ ഒക്കെ നടക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് US സംബന്ധിച്ചിടത്തോളം. സോ അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ വലിയ വലിയ മൂവ്മെന്റ്സ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകാനായിട്ടുള്ളത്. സോ അതേപോലെ മൺഡേ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത്, ഇന്നലെ വന്ന നോൺ ഫാം പേറോളിൻ്റെ ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിലോട്ടൊക്കെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള അത് ഐ മീൻ രാവിലെയൊക്കെ ആയിരിക്കും ഏഷ്യൻ മാർക്കറ്റിലോട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ഇന്ന് US മാർക്കറ്റ് അവധി ആയതുകൊണ്ട് നാളെ ആയിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് മെയിനായിട്ടും നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ടും സാധിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ അതേപോലെ ഇസ്രയേൽ ഹമാസ് വാർ ഒരു തീരുമാനത്തിലോട്ട് വരികയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് മൺഡേയിൽ മാർക്കറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസുകളെ കുറിച്ച് നമുക്ക് അടുത്ത തിങ്കളാഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് അടുത്ത തിങ്കളാഴ്ച നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു പോവാം. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ, ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ JPYയിൽ 144.32 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഈ ഒരു 145.22 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഈ ഒരു കറക്ഷൻ നടക്കും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം തിരിച്ച് മാർക്കറ്റ് 140 ഇന്നലെ നോൺ ഫാം പേറോളിന് മുന്നേ നിന്ന ഒരു സ്റ്റേജിലോട്ട് മാർക്കറ്റ് എത്തിപ്പെടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകാനായിട്ടുള്ളത്. മാർക്കറ്റിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി എവിടെയാണെന്ന് വെച്ചാൽ 142 തന്നെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി നമുക്കുള്ളത് എന്നുള്ള കാര്യവും ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. 144 ബൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നത്തെ മാർക്കറ്റ് അവസാനിക്കുന്നത് വെച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുത്ത് പോകാനായിട്ടും. കാരണം 142 എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുവരെ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.17740 എന്ന് പറയുന്ന റേഞ്ചിലാണ്. മാർക്കറ്റ് റിക്കവർ ചെയ്തു. വീണ്ടും ആ ഒരു 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു സെല്ല് വേണം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വേണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ചെറിയ ലോട്ട് എടുത്തിട്ട് മെനഞ്ഞാന്ന് പോയ ഹൈ ഉണ്ടല്ലോ 1.1830 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇവിടെ ആയിരുന്നു മാർക്കറ്റിൻ്റെ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിലായിട്ട് വെക്കണം എന്നുള്ളതാണ് യൂറോയുടെ പ്രത്യേകത. യൂറോയിൽ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി 1.1500 എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടുന്ന് ബൈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. വേണമെങ്കിൽ ബൈ ലിമിറ്റ് ഇട്ട് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. 1.1500. ഓക്കെ. GBPയിലോട്ട് വരുമ്പം GBP നമുക്ക് 1.3662 നിൽക്കുന്നു. 1.3500 വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എന്നുള്ളത് തന്നെയാണ് GBPയിലും എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തല്ലോ നേരത്തെ 1.3780 അതേപോലെ 1.3800 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചെറിയൊരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതുമാണ്. അതും ചെറിയ ലോട്ട്, റെക്കമെൻഡഡ് അല്ല, വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്തു പോകാവുന്നതുമാണ്. ഗോൾഡ് ഇപ്പോൾ 3343 നിൽക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്ക് എടുത്ത് പറയാനായിട്ടില്ല. ഓക്കെ. 3360 കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ സെല്ല് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. 3365 മുകളിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് സെല്ല് ചെയ്ത് നോക്കാം. അതേപോലെ താഴെ വീണ് കിട്ടിയാൽ 3330 അവിടെ നിന്നും ഒരു ബൈ എൻട്രി ഉണ്ടാവും. അത് 3321 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഓക്കെ. സോ ഇതാണ് ഗോൾഡിലെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി ഗൈസ്. ഓക്കെ. ഗോൾഡിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും
നല്ലൊരു കാര്യം. അറിയില്ല പനിയായോ എന്നറിയില്ല. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3342, 3345 റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ഇന്നലെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മാർക്കറ്റ് പല വട്ടവും 3345 അവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ടിട്ട് തന്നെ 3345 ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും അവിടുന്ന് മുകളിലോട്ട് പോയാൽ 3360 മാർക്കറ്റ് സഞ്ചരിക്കുകയും ചെയ്യും. 60ന്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ലും ചെയ്യാം. സോ ചെറിയ ലോട്ടുകൾ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്ന് US അവധി ആയതുകൊണ്ടിട്ട് തന്നെ വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ട് വലിയ ലോട്ടുകൾ എടുത്ത് പരീക്ഷിക്കാതിരിക്കുക എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ് ഞാൻ. ഓക്കെ, ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ മെയിനായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറയുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. എന്തെങ്കിലും പൊളിറ്റിക്കൽ ന്യൂസുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീക്കെൻഡിൽ മാർക്കറ്റ് ഡിസ്കഷൻ വെക്കുന്നതായിരിക്കും. എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ കാണുന്നത് വരെ ഗുഡ് ബൈ.